മുഖവരൊന്നും വേണ്ടാത്ത ഒരു നേതാവ് തന്നെയാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായിട്ടുള്ളത്. മറ്റാരുമല്ല, കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ ഉയർന്ന നേതാവും കൽപ്പറ്റയിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ ടി സിദ്ദിഖ്, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? പ്രചാരണമൊക്കെ തുടങ്ങിയോ? വാർത്താ മേഖലകളിൽ പ്രചരണം തുടങ്ങി. പ്രചരണം വളരെ നേരത്തെ തുടങ്ങും. അതിനിടയിൽ ഒന്ന് ന്യൂസ് മലയാളത്തിന്റെ കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഓ സന്തോഷം. റോഡ് ഷോ കഴിഞ്ഞു, പ്രധാനപ്പെട്ട ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പം കൽപ്പറ്റയില് 2ാം അംഗമാണ്. അപ്പം എങ്ങനെ പോകുന്നു പ്രചാരണം? ഇപ്പൊ എന്താ റോഡ് ഷോ ഉണ്ട്, വീട് കയറിയുള്ള സന്ദർശനം, അതൊക്കെയാണോ? തീർച്ചയായിട്ടും റോഡ് ഷോ മെനിഞ്ഞാന്ന് വൈകുന്നേരം അതിഗംഭീരമായിട്ടുള്ള റോഡ് ഷോ നടന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ 22-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട്. 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് തല UDF കൺവെൻഷൻ അവസാനിക്കും. അതോടനുബന്ധിച്ച് വാർഡ് തല UDF കമ്മിറ്റി ഫോർമേഷനും കഴിഞ്ഞ് പിന്നെ സ്ഥാനാർത്ഥി പര്യടനവും പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രവർത്തനത്തിൻ്റെ ഒരു ടോട്ടൽ രൂപരേഖയൊക്കെ ഇന്നലെ UDF നേതൃത്വം ഇരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ 3 നിയോജകമണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ UDFൻ്റെത് ഫീൽഡ് ചെയ്തു. LDFൻ്റെ സ്ഥാനാർത്ഥിയും ഫീൽഡ് ചെയ്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശകരമായി മാറുകയാണ്. വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിനെ റെയിൽവേ മാപ്പിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അത് 2016-ൽ ആരംഭിച്ച ഒന്നായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഇടം പിടിച്ച്, സെൻട്രൽ ബഡ്ജറ്റിൽ ഇടം പിടിച്ച്, പിങ്ക് ബുക്കിൽ നോട്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. പക്ഷേ ആ പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച് സമ്പൂർണ്ണമായി തിരസ്കരിക്കുകയായിരുന്നു. നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ട്രൈബൽ സെഗ്മെൻറ്റിൻ്റെ വികാസ പ്രവർത്തനം, കാർഷിക മേഖലയിലെ പ്രവർത്തനം, വന്യമൃഗശല്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണം, അതോടൊപ്പം കണക്ടിവിറ്റി ഇഷ്യൂ ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയായി കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. 10 കൊല്ലം അത് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാതെ മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിൽ റെയിൽവേ മാപ്പിലേക്ക് വയനാടിനെ എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട മുമ്പിൽ വെച്ചുകൊണ്ടുകൂടിയാണ് ഈ തവണത്തെ പ്രചരണ പരിപാടികൾക്ക് UDF. അത് എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും വലിയൊരു നീക്കവുമായിരിക്കും. കാരണം ഈ വയനാടിനെ റെയിൽവേ മാപ്പിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ അത് വലിയൊരു നേട്ടവുമായിരിക്കും അങ്ങനെ സാധിക്കുകയാണെങ്കിൽ. ശ്രീ ടി സിദ്ദിഖ്, ഇപ്പോൾ വയനാട്ടിലെ കാര്യം പറയുമ്പോഴേ വലിയൊരു ദുരന്തത്തിന് ശേഷം വരുന്നൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. ടൗൺഷിപ്പ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ഈ നടപടികൾക്ക് തുടക്കമിട്ടുണ്ട്. കല്ലിടൽ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോൾ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ചർച്ചയാകുന്നുണ്ടോ? ഇപ്പോ സ്വാഭാവികമായും അതൊക്കെ ചെറിയ തലത്തിലുള്ളതായ ചർച്ചകൾ വരും. ആ ചർച്ചകളെ എല്ലാ ചർച്ചകളെയും പോസിറ്റീവായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. സർക്കാർ പദ്ധതിയുടെ ഭാഗമാണ്. സ്ഥലം MLA ആയിരുന്ന ഞാനതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. ഞാനതിൻ്റെ ഏകോപനത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. ഞാനതിൻ്റെ മീറ്റിങ്ങുകളിൽ മുഴുവൻ പങ്കാളിയായ ആളാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസം മുമ്പ് രാത്രി വരെ അവിടെ പോയി അതിൻ്റെ വിലയിരുത്തൽ നടത്തിയതായിരിക്കുന്ന ജനപ്രതിനിധിയാണ്. തീർച്ചയായും എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും തീക്ഷ്ണമായൊരു പരീക്ഷണമായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തം. ആ ദുരന്തത്തെ കൃത്യതയോടുകൂടി അതിജീവിക്കുന്നതിൽ എല്ലാവരുടേതായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചു. എല്ലാവരുടേതായിരിക്കുന്ന വലിയ രീതിയിലുള്ള സഹായഹസ്തങ്ങൾ വിദേശത്ത് നിന്ന്, സ്വദേശത്ത് നിന്ന്, സർക്കാർ, ലോക്കൽ ബോഡി, ജനപ്രതിനിധികൾ, മറ്റു സംഘടനകൾ എല്ലാവരും അവരുടെ പങ്കാളിത്തം വഹിച്ചു. സർക്കാരിൻ്റെതായിരിക്കുന്ന ഇപ്പോൾ ആദ്യത്തെ 178 വീടിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് സർക്കാരും മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് ലീഗ് വിഭാവനം ചെയ്ത വീടുകൾ അത് ആദ്യഘട്ടം കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ഭവന പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ കഴിഞ്ഞു. അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എല്ലാവരും മറ്റുള്ള കുറേ സംഘടനകൾ അവരുടെ ഭവന പദ്ധതികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല ആശ്വാസകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായി
ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ആഹ്ലാദകരമായി തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, ചൂരൽമല മുണ്ടകൈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ കുട്ടികളുണ്ട്. കാരണം ആ കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന അവരുടെ കോഴ്സ് മാത്രമാണ്, അവരുടെ വിദ്യാഭ്യാസം മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു കുട്ടിയെപ്പോലും സർക്കാർ ഏറ്റെടുക്കാതെ തുടർച്ചയായി ഫോളോ ചെയ്തിട്ടും അതിന് ഫലം കാണാതെ വന്നപ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാം. 2 കുട്ടികൾ ഇന്ന് മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യാം. ഒന്ന് സാരജാണ്, 2 വിഷ്ണുവാണ്. സാരജ് എല്ലാവരും പോയ ആളാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MCA പൂർത്തിയാക്കാനുള്ള നടപടികൾക്ക് MLA കെയർ നേതൃത്വം കൊടുത്തു. വിഷ്ണു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. 2 പേരും മലബാർ ഗോൾഡിൽ പ്ലേസ്ഡായി. അലയൻസ് എയറിൽ, ഭാരത് ബെൻസിൽ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നമ്മുടെ 12 കുട്ടികൾ ഇന്ന് പ്ലേസ്ഡായി. 147 കുട്ടികളെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആദ്യമായി പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു. ഒരാൾ പോലും വീഴാതെ അവരെയൊക്കെ കരുതാൻ, കൂടെ നിർത്താൻ, എഴുന്നേറ്റ് നടത്തിക്കാൻ, പ്രേരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ്. 2019 പുത്തുമല ദുരന്തത്തിൽ അന്ന് വീട് നഷ്ടപ്പെട്ടതായിരിക്കുന്ന നിരഞ്ജന ഇന്ന് ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റിയിൽ BDS പഠിക്കുകയാണ്. ആ കുട്ടിയുടെ പഠനത്തിന് നേതൃത്വം കൊടുക്കാൻ MLA കെയറിന് സാധിച്ചു. BSc നഴ്സിംഗ് മേഖലയിൽ 10 കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട്, ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, നിഷ് തക്കല യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. അങ്ങനെ വിവിധങ്ങളായ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും ഫറൂഖ് കോളേജ് ഉൾപ്പെടെ, ഡോൺ ബോസ്കോ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഈ ചൂരൽമല മുണ്ടകയിലുള്ളതായിരിക്കുന്ന കുട്ടികൾ പഠിക്കുകയാണ്. ഇത് ഇതിപ്പോ നമ്മൾ ഈ ദുരന്തമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വീട് നഷ്ടപ്പെട്ടതും പിന്നീട് അവർക്ക് വീട് വെച്ചു കൊടുത്തതും അവരെ പുനരധിവസിപ്പിച്ചതും മാത്രമൊക്കെ ആയിരിക്കും കൂടുതൽ ചർച്ചയിലേക്ക് വരിക. പക്ഷേ ഈ കുട്ടികളുടെ പഠനം, അവരുടെ പഠനം നഷ്ടപ്പെട്ടത്, അവർക്ക് വീണ്ടും ആ കോഴ്സ് വീണ്ടും തുടരാൻ കഴിയത്, അവരെ ഒരു സെക്യൂർഡ് ഒരു സ്ഥലത്തേക്ക് മാറ്റിയത്, അതൊക്കെയും അത്ര കണ്ട് ചർച്ചയാകുന്നില്ല. ഇപ്പം അങ്ങ് പറഞ്ഞപ്പോഴാണ് ഇത്രയും പേർക്ക് അവിടെ വീണ്ടും വിദ്യാഭ്യാസം പോകാനും വീണ്ടും പഠിക്കാനും അവർ ഈ ഇപ്പോൾ നല്ലൊരു നിലയിലേക്ക് അവർക്ക് എത്താനും ഒക്കെ സാധിച്ച കാര്യമൊക്കെ അറിയുന്നതും. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ശ്രീ ടി സിദ്ദിഖ്, ഇപ്പം ഈ കോഴിക്കോട് DCC പ്രസിഡന്റായി പ്രവർത്തിച്ച ശേഷമാണല്ലോ അങ്ങ് കൽപ്പറ്റയിലേക്ക് വരുന്നതും CPM-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതും ഒക്കെയും. അപ്പം ഇപ്പം ഈ മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചയാക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ തന്നെയാവില്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ MLA ആയി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി എന്നെ നിയോഗിക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായും പരിചയമുള്ളൊരു സ്ഥലമായിരുന്നില്ല കൽപ്പറ്റ. അന്ന് എനിക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി MLA ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ കോഴിക്കോട് പോകേണ്ടി വരും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ടതായ പ്രചരണം മരണ വീട്ടിലും വിവാഹ വീട്ടിലും അതുപോലെ എല്ലായിടത്തും ഈ ആൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപകരമായിട്ടുള്ള ഒരു പ്രചരണം ഉണ്ടായി. ഞാൻ പറയുന്നു, കൽപ്പറ്റയിലെ ജനങ്ങളുടെ സുഖത്തിൽ, സന്തോഷത്തിൽ, അവരുടെ വേദനയിൽ, അവരുടെ ദുരന്തത്തിൽ, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ കൂടെ 5 കൊല്ലം ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു പൊതുപ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആശ്വാസവും സംതൃപ്തിയും അവർ പ്രതിനിധീകരിക്കുന്ന ജനതയുടെ കൂടെ കൃത്യതയോടുകൂടി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി എന്ന് ഉറപ്പുവരുത്തുകയാണ്. അത് പ്രയാണം മാത്രമല്ല, വികസന പദ്ധതികൾ, ആശ്വാസ നടപടികൾ, ചേർത്ത് നിർത്തൽ എല്ലാം. എൻ്റെ ഓഫീസിൽ ഞങ്ങൾ മെഡിക്കൽ എയ്ഡ് വിതരണമുണ്ട്, മരുന്ന് വിതരണമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ സഹായങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്ന നടപടിയുണ്ട്. അതുപോലെ ചികിത്സാ ധനസഹായത്തിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ള സഹായ പരിപാടികളുണ്ട്. MLA ഓഫീസ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സക്രിയമായിട്ടുള്ള ഓഫീസായി നിലനിന്ന് മുന്നോട്ട് പോയി. നിങ്ങൾ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചു. ഇപ്പോൾ കണക്ടിവിറ്റി ഇഷ്യൂ, ആ കണക്ടിവിറ്റി ഇഷ്യൂലുള്ളതായിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, വന്യമൃഗ ശല്യത്തിനെതിരായിട്ടുള്ള നടപടികൾ, ജലജീവൻ മിഷൻ ഉൾപ്പെടെ അമൃത് 2 പദ്ധതിയിൽ 19 കോടി രൂപയാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് ജലജീവൻ മിഷൻ 60% ഇന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുകയുണ്ടായി. വന്യമൃഗ ശല്യത്തിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശതകോടികളാണ് MLA ഫണ്ടിൽ, കിഫ്ബിയിൽ, നബാർഡിൽ, RKVY സ്കീമിൽ ഈ നിയോജക മണ്ഡലത്തിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ കൽപ്പറ്റ ബൈപ്പാസ് പൂർത്തീകരിക്കപ്പെട്ടു. ആ കൽപ്പറ്റ ബൈപ്പാസിൽ BC ലെയർ മാത്രമാണ് ബാക്കിയുള്ളത്, തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു.
മേപ്പാടി ചൂരൽമല റോഡ് ആകെയുള്ള വിഷമം ഇന്ന് കുറെ ആളുകൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് മാത്രമാണ്. ആ റോഡ് ഇന്ന് പൂർണ്ണ സജ്ജമായി ഇന്ന് ഗതാഗത യോഗ്യമായി തുറന്നു കൊടുക്കുകയാണ്. ഓരോ മേഖലയിൽ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ കൽപ്പറ്റ ഇന്നർ റിംഗ് റോഡ് പൂർത്തീകരിക്കപ്പെട്ടു. കൽപ്പറ്റ ഔട്ടർ റിംഗ് റോഡിന്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി സർക്കാരിൽ സമർപ്പിച്ചു. സർക്കാർ 2 ബഡ്ജറ്റിൽ ഞാൻ വീണ്ടും കൊടുത്തു. ഇതുവരെ സമ്മതിച്ചില്ല. കുറേ കാര്യങ്ങൾ പാതി വഴിയിലുണ്ട്, കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതുണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി ഒരു കാര്യം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ WMM മുട്ടിൽ കോളേജിലെ കോമേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും അവിടെയുള്ള സംഘടനകളും 3 സ്ഥാനാർത്ഥികളെയും ഒന്നിച്ചു നിർത്തി ഒരു മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം നടത്തി. അന്ന് അമല എന്ന് പറയുന്ന PGക്ക് പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ച ചോദ്യമുണ്ട്. ഞങ്ങൾ ഈ വയനാട്ടിൽ നിന്ന് പാവപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, കർഷക തൊഴിലാളികൾ, സാധാരണക്കാർ, തോട്ടം തൊഴിലാളികൾ, ഈ മക്കൾ ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ, നെറ്റ് പരീക്ഷ എഴുതാൻ ഞങ്ങൾ കോഴിക്കോട്, എറണാകുളത്തും തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെ പോവുകയാണ്. നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനന്ന് മറുപടി കൊടുത്തു, ചെയ്യും. കോവിഡ് മാനദണ്ഡങ്ങൾ റിലാക്സ് ചെയ്ത് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് ആദ്യം പോയത് ഡൽഹിയിലേക്കാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും UGCയുടെയും ഹെഡ്ക്വാർട്ടറിൽ പോയി നിവേദനം കൊടുത്ത് വീണ്ടും 2 തവണ പോയി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ അതിൻ്റെ ഭാഗമായി ക്രമീകരിച്ച് ഇന്ന് വയനാട് ജില്ലയിൽ 4 കൊല്ലമായി സന്തോഷകരമായി നീറ്റ് പരീക്ഷ നടക്കുകയാണ്, നെറ്റ് പരീക്ഷ നടക്കുകയാണ്. ഒരു കുട്ടി പോലും താഴോട്ട് പോകേണ്ടതില്ല, ഒരു കുട്ടി പോലും പരീക്ഷയിൽ ഡ്രോപ്പ് ഔട്ട് ഇല്ല. കഴിഞ്ഞ നീറ്റ് പരീക്ഷാ വേളയിൽ മെഡിക്കൽ ടീമിൻ്റെ അകമ്പടിയോടുകൂടി കടുത്ത വേനലായിരുന്നു. ഒരു കുട്ടിക്ക് പോലും ഡീഹൈഡ്രേഷനോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിൽ പരീക്ഷ നടത്താൻ മെഡിക്കൽ ടീമിൻ്റെ അകമ്പടിയോടുകൂടി പരീക്ഷ നടന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. വയനാട് ജില്ലക്ക് അതിൻ്റെ പൊട്ടൻഷ്യലുണ്ട്. കാർഷിക മേഖലയിൽ, മറ്റുള്ള മേഖലകളിൽ ഹൈ പൊട്ടൻഷ്യലുണ്ട്. അതിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾക്കുണ്ടായിരുന്ന ഏക പരിമിതി സർക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ബഡ്ജറ്റ് ഞങ്ങൾ ഗവൺമെൻറ് അവതരിപ്പിച്ചപ്പോൾ വയനാട് തീർത്തും ടോട്ടലി നെഗ്ലക്റ്റഡായി, തീർത്തും അവഗണിക്കപ്പെട്ടതാണ്. പുതിയ ഗവൺമെൻറ് വരും, ആ ഗവൺമെൻറ് UDFൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാകും. വയനാടിന്റെ ഏറ്റവും പ്രോജ്വലമായിട്ടുള്ള ഒരു കാലഘട്ടമായി അതിനെ ഒരുപാട് വികസനങ്ങൾ നടന്ന കാര്യങ്ങൾ, ആ വികസന കണക്കുകൾ തന്നെയാണ് അങ്ങ് പറയുന്നതും. അതെല്ലാം കേൾക്കുന്നതിൽ സന്തോഷവുമാണ്. പക്ഷേ ഇപ്പം ഈ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, ഇപ്പം ശ്രീ ടി സിദ്ദിഖ്, ഇപ്പം കോൺഗ്രസിൻ്റെ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണല്ലോ നടക്കുന്നത്. നമ്മൾ ഇന്നലെ പുലരുവോളം അത് ഈ ചാനലുകളിലും ഒക്കെയും കണ്ടിരുന്നു, ആ ചർച്ചകൾ നടക്കുന്നതറിഞ്ഞു. ഈ ചർച്ചകളൊക്കെ ഒന്ന് നേരത്തെ ആക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ശ്രീ ടി സിദ്ദിഖ്. നമുക്കറിയാവുന്ന പോലെ ഇപ്പം ഒരു കേഡർ സംവിധാനമല്ല, ഒരു ജനാധിപത്യ സംവിധാനമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. പല ഘടകങ്ങളും നോക്കണം, ആളുകളെ നോക്കണം, മറ്റ് സാമൂഹിക സമവാക്യങ്ങൾ നോക്കണം, എല്ലാവരുടെയും അഭിപ്രായം ആരായണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസ് പാർട്ടി കഴിയുകയുള്ളൂ. അതെല്ലാം ശരിയുമാണ്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞ ഇടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. ഇതിപ്പം പ്രചാരണത്തെ പോലും ബാധിക്കില്ല. ഇനി അത്രയ്ക്കുള്ള സമയം മാത്രമല്ലേ ഉള്ളൂ. ഇതില് സ്ഥാനാർത്ഥികളെ ഏതെങ്കിലും തലത്തിൽ കണ്ടെത്തി പ്രഖ്യാപിച്ച് അത് ആ മണ്ഡലത്തിൻ്റെ ജയസാധ്യതയെ ബാധിക്കുക എന്നുള്ള തലത്തിലല്ല ഇത്തവണ പോയിട്ടുള്ളത്. ഇത്തവണ UDF നിർത്തിയിരിക്കുന്ന, കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ബഹുദൂരം മുന്നിലാണ് ഓൾറെഡി. ഇപ്പോൾ ഇനി കുറച്ച് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം വിത്തിൻ അവേഴ്സ് പ്രഖ്യാപിക്കപ്പെടുക. ഒരു ടെൻഷനും വേണ്ട. ഭരണത്തിലേറാൻ പോകുന്ന ഒരു മുന്നണി പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുഴുവൻ പരിഹരിക്കപ്പെട്ട് ക്രിസ്റ്റൽ ക്ലിയറായി മുന്നോട്ട് പോകും. ആദ്യം സ്ഥാനാർത്ഥികളെ CPM ഇടതുപക്ഷം പ്രഖ്യാപിച്ചു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, എത്രയിടത്ത് കോട്ട എന്ന് പറയുന്ന CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ആഭ്യന്തര ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു, UDFയിലേക്ക് വരുന്നു. പല രീതിയിലുള്ള അന്തചിത്രപരമായിട്ടുള്ള സമീപനം. ഞാൻ CPM തകരണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല. CPM തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൃത്യതയോടുകൂടി നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷെ ആരാഗ്രഹിച്ചാലും നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നത്തെ നേരിടുകയാണ്. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മണ്ഡലത്തിൽ മാത്രം വൈകിപ്പോയിട്ടുണ്ട്. ആ വൈകിയത് വിത്തിൻ അവേഴ്സ് അനൗൺസ് ചെയ്യും.
ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളായിരിക്കും വരാൻ പോകുന്നത്. വന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുന്നു, കിട്ടാവുന്ന ഏറ്റവും നല്ല ഊർജ്ജസ്വലരും മിടുക്കരും ജനബന്ധവുമുള്ള, ജനം ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ്, ഇതുപോലെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അതിൽ സർവേ റിപ്പോർട്ടുണ്ട്, അതിൽ ജില്ലാ കോൺഗ്രസ് പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടുണ്ട്, അതിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വ്യത്യസ്ത നേതാക്കന്മാരുടെ അഭിപ്രായമുണ്ടായി, പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എടുത്തു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലുമില്ലാത്ത ഒരു നല്ല ഒരു ഹോംവർക്ക്, ഒരു എക്സർസൈസ്, അത് ചെയ്തതിന് ശേഷമുള്ളതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോളി ഔട്ട്പുട്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത്. അതിൽ വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രം കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അനൗൺസ്മെന്റ് ബാക്കിയുള്ളത്. അത് വിത്തിൻ അവേഴ്സ് നടക്കും. അതിന്റെ സൂചനകളും ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും. ശ്രീ ടി സിദ്ദിഖ് അങ്ങ് പറഞ്ഞ പോലെ അല്പസമയത്തിനകം അതും പ്രതീക്ഷ. കാരണം ഇന്നും പട്ടിക വന്നില്ലെങ്കിൽ പിന്നീട് അത് കുറച്ച് പ്രശ്നമാകുമായിരിക്കും. കാരണം ബാക്കി എല്ലാവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ശ്രീ ടി സിദ്ദിഖ്, ഇപ്പം ഈ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തുടക്കം മുതൽ എടുത്ത രണ്ടുപേർ, അത് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുമായിരുന്നു. കെ സുധാകരൻ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അടൂർ പ്രകാശ് UDFന്റെ കൺവീനറാണ്. ഇപ്പൊ ഈ ഘട്ടം, അതായത് ഭരണം പിടിച്ചേ തീരൂ എന്ന ഈ ഘട്ടത്തിൽ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഭരണത്തിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ, ഈ ഒരു നിർണായകമായ സമയത്ത് ഇങ്ങനത്തെ സമീപനമൊക്കെ മുതിർന്ന നേതാക്കൾ, പാർട്ടിയെ തന്നെ തിരുത്താൻ പ്രാപ്തരായ, അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്തേണ്ട നേതാക്കൾ തന്നെ ഇങ്ങനൊരു സമീപനം തുടരുന്നത് ശരിയാണോ? ശ്രീ ടി സിദ്ദിഖ്, ഇപ്പം അങ്ങേക്ക് പറയാനും പരിമിതി ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കോൺഗ്രസിന് ഒരു ഹെറാർക്കി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ സ്ട്രോങ് ആൻഡ് പവർഫുള്ളാണ്. അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെനാരിയോയെ കുറിച്ച്, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ഏത് അസംബ്ലി സെഗ്മെൻറ്റ് കൃത്യതയോടുകൂടി പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ട്. ആ കാഴ്ചപ്പാട് ഏത് എന്ന് പറയേണ്ടത് ഞാനല്ല, പറയേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിൻ്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട, അതും പരിഹരിക്കപ്പെടും. ഓക്കെ, ശ്രീ ടി സിദ്ദിഖ്, ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ടു പ്രചാരണത്തിലേക്ക് വരികയാണെങ്കിൽ, രാഹുൽ ഗാന്ധി വന്ന് 5 ഗ്യാരണ്ടി ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഈ പ്രധാനപ്പെട്ടത് കുട്ടികൾക്കും വനിതകൾക്ക് അതേപോലെ തന്നെ വയോജനങ്ങൾക്കൊക്കെയും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള 5 പദ്ധതികളൊക്കെ, 5 ഗ്യാരണ്ടികൾ എന്നാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത്. ഈ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പം അതൊക്കെ പ്രചാരണ രംഗത്തേക്ക് പറയുന്നുണ്ടോ, പോകുന്നുണ്ടോ? ഇപ്പം ഞങ്ങളതിൻ്റെ പ്രചരണത്തിലേക്ക് കടന്നു. എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രസ് കോൺഫറൻസ്, അതുപോലെ ഈ ഗ്യാരണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ എത്തിക്കാനുള്ളതായ നടപടികൾ ഉൾപ്പെടെ നമ്മൾ UDF തലത്തിൽ സ്വീകരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാം, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു വലിയ ചേഞ്ച് ഉണ്ട്. ആ സൊസൈറ്റിയുടെ ചേഞ്ച് മുതിർന്ന പൗരന്മാർ അവർ ശതമാനക്കണക്കിന് ഏറ്റവും കൂടുതൽ വരുന്നതായ പ്രത്യേക സാഹചര്യമാണ്. നമ്മുടെ ആയുർദൈർഘ്യം, ലോഞ്ചിവിറ്റി കൂടി, നമ്മുടെ ബർത്ത് റേറ്റ് കുറഞ്ഞു, നമ്മുടെ ഡെത്ത് റേറ്റ് നമ്മളത് കുറഞ്ഞു. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ, പിന്നെ മൈഗ്രേഷൻ കേരളത്തിൻ്റെത് വളരെ ഹൈ റേറ്റിലൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുമ്പോൾ അവരുടെ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, അതിനുവേണ്ടി സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച് കരുതൽ നടപടികൾ, അവരുടെ ആരോഗ്യം, അവരുടെ മാനസികം, അവരുടെ ജീവിതം, അതിനെ പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ കൊണ്ടുവരാനുള്ള നടപടികൾ. മറ്റൊന്ന്, KSRTCയിൽ വനിതകൾക്കുള്ളതായ പിന്നെ സൗജന്യ യാത്ര, അത് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പിലാക്കിയതായിരിക്കുന്ന പദ്ധതിയാണ്. അതിനെക്കുറിച്ചൊന്നും ഒരാശങ്കയും വേണ്ട. പഠിക്കുന്നതായിരിക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്കുള്ള സ്പെഷ്യൽ ഇൻസെൻറ്റീവ്, സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, അതുപോലെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉൾപ്പെടെ വിവിധങ്ങളായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ അതൊരു കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല, അതിൻ്റെ പിറകിൽ മാസങ്ങളോളമുള്ളതായിരിക്കുന്ന ഒരു വർക്ക് നടന്നിട്ടുണ്ട്. ചെറിയ വർക്കല്ല ആ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ അസംബ്ലിയിൽ ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചു. ആ പ്രൈവറ്റ് ബില്ല് ഒരു ചർച്ചയിൽ ഞാൻ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്കൊരു ഫയൽ വേണം. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡായി, വൈറൽ ഫീവറായി. അപ്പോൾ എനിക്ക് അവിടെ എൻ്റെ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം.
എൻ്റെ ഫയൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്, മിംസിലുണ്ട്, പല ആശുപത്രികളിലുണ്ട്. ഒരു മലയാളിക്ക്, ഒരു വ്യക്തിക്ക് ഒരു സിംഗിൾ ഫയൽ, ഹെൽത്ത് ഫയൽ ഉണ്ടാവണം. ആ ഫയൽ എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ തുടങ്ങി കേരളത്തിലെ ഡോക്ടർ SS ലാലിൻ്റെ പബ്ലിക് ഹെൽത്തിൻ്റെ ഏറ്റവും WHO പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വലിയ മനുഷ്യൻ്റെ നേതൃത്വത്തിലുള്ള മാസങ്ങളോളം ഉള്ളതായിരിക്കുന്ന ഒരു പ്രവർത്തനം നടന്നു. അങ്ങനെ പബ്ലിക് ഹെൽത്ത് ഡോക്യുമെൻ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഒരു ബദൽ വികസന സമീപനം എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കേണ്ടത്, ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ, ഇതൊക്കെയായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ ഭരണം പിടിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ കാണാത്തതായിട്ടുള്ള പദ്ധതികളും പരിപാടികളും, ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെന്റിന്റെ റീസ്ട്രക്ചറിങ്, മൈഗ്രേഷൻ തടയൽ, അവരുടെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ മക്കൾ അവർ പഠിക്കുകയാണ്, 6 മാസം അവർക്ക് 100% സ്കോളർഷിപ്പ് ലോകത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുകയാണ്. 80%, 75% സ്കോളർഷിപ്പ്. 6 മാസം അവർ ദുബൈയിലാണ് പഠിക്കുന്നത്, 6 മാസം അവർ US ലാണ്, 6 മാസം അവർ യൂറോപ്പിലാണ്. അങ്ങനെ ഓരോ ഇടത്ത് പഠിക്കുകയാണ്. ആ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുകയാണ്. ആ സ്റ്റാർട്ടപ്പിനനുസരിച്ച് അവർക്ക് അവരുടെ ജയം, അവരുടെ മുമ്പോട്ടുള്ള പ്രയാണം, അതിൻ്റെ ഇൻഡിക്കേഷൻസ് മുഴുവൻ നൽകുന്നത് അവരുടെ ഈ പ്രവർത്തനമാണ്. നമ്മൾ ക്ലാസ് മുറികളിൽ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ അടച്ചിട്ടിരുത്തി പ്രാക്ടിക്കൽ കൊടുക്കാതെ അവർക്ക് പാഠപുസ്തകങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപന രീതികളൊക്കെ ഇന്ന് ലോകത്ത് തന്നെ മാറിയിട്ടുണ്ട്. പല രീതിയിലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ സ്വാംശീകരിക്കാൻ കഴിയണം. ആ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ ചേഞ്ച്, ആ ചേഞ്ചിലേക്ക് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് പോകണം. ഞങ്ങൾക്ക് എല്ലാ ഡോക്യുമെന്റും ഈ കാര്യത്തിലുണ്ട്. കേരളത്തിന്റെ അനന്ത സാധ്യതയുണ്ട്. കേരളം ഒരു പോർട്ട് സിറ്റി എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കൺസെപ്റ്റ്, ഒരുപാട് വിഷൻസ് ഉണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യട്ടെ. ഇപ്പം അങ്ങയുടെ ഇന്നത്തെ പ്രചാരണം എവിടെയൊക്കെയാണ് ഇന്ന്? ഇന്ന് കൽപ്പറ്റയിലും മേപ്പാടിയിലും, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും മേപ്പാടിയിലുമാണ് പ്രധാനപ്പെട്ട പ്രചരണങ്ങൾ. ആ രണ്ടിടത്തുള്ള പ്രധാനപ്പെട്ട ആളുകളും അതുപോലെ ചില മേഖലകളിലുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ, ഇൻട്രാക്ഷൻസ്, ഭവന സന്ദർശനം ഒക്കെയായി വളരെ സജീവമായി പോവുകയാണ്. രാവിലെ നേരത്തെ ആരംഭിച്ചതാണ്. ഈ സമയത്ത്, ഈ തിരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് രാഹുൽ ഗാന്ധി വരൂ ശ്രീ ടി സിദ്ദിഖ്, പ്രചാരണത്തിന്റെ ഭാഗമാകോ? വരും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ പ്രചരണ പരിപാടികൾക്കും അവർ നേതൃത്വം കൊടുക്കും. തികഞ്ഞ ആത്മവിശ്വാസം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രചരണത്തിന് ചൂരും പകർന്ന് ഐക്യജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ അവർ രണ്ടുപേരും മറ്റുള്ള നേതാക്കന്മാരോടൊപ്പം കേരളത്തിൽ എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, അപ്പോൾ ശ്രീ ടി സിദ്ദിഖ്, ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്, ഇത്ര സമയം ചെലവഴിച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നാളെ മിക്കവാറും നാളെ പെരുന്നാളാവും. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അത് കഴിഞ്ഞാൽ ഈസ്റ്റർ വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ വിഷു വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും നൽകുകയാണ്. താങ്ക് യു സോ മച്ച് ശ്രീ ടി സിദ്ദിഖ്, ഒരുപാട് സന്തോഷം.